ഹലോ കാശി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് അറബിക് സ്നാക്കായ ഫലാഫലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റും. അതുപോലെ സോസും മയനൈസും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ഞാനിവിടെ അരക്കപ്പ് വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് 6 മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കാം. അപ്പോൾ എൻ്റെ 6 മണിക്കൂറിന് ശേഷം നമ്മുടെ കടല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് പാഴ്സലി ലീവ്സ് ആണ്. ഇത് നമ്മുടെ പച്ചക്കറി മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇത് കണ്ട മല്ലിയില പോലെ തന്നെ ഇരിക്കും, പക്ഷേ ഇത് മല്ലിയിലയല്ല, മല്ലിയിലക്കായും കുറച്ചും കൂടെ വലുപ്പമുണ്ട് ഇതിൻ്റെ ലീവ്സിന്. ഇനി ഞാൻ ഒരു പിടി പാഴ്സലി ലീവ്സ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പിടി മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് പാഴ്സലി ലീവ്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മല്ലിയിലയുടെ അളവ് കൂട്ടിയാൽ മതി. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കടലയും 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ സബോളയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. ജീരകം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മളിത് അരയ്ക്കുമ്പം ജീരകം പൊടിയാതെ കിടക്കും. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ അരഞ്ഞു പോകരുത്, ചെറിയൊരു തരിയിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവും 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കടലമാവിന് പകരം ബ്രെഡ് പൊടിയാണെങ്കിലും ഉപയോഗിക്കാം. ബ്രെഡ് പൊടി ആകുമ്പം ഫലാഫലിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ കട്ട്ലൈറ്റിൻ്റെ ഷേപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യം ഒരു ചെറിയ ഉരുള ഇങ്ങനെ ആക്കിയിട്ട് മറ്റേ കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു ചെറിയ കട്ട്ലൈറ്റിൻ്റെ ഷേപ്പ് കിട്ടും. ഇനി നിങ്ങൾക്ക് ഈ ഷേപ്പല്ല, റൗണ്ടിലാണെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം എന്താ ഞാൻ എല്ലാം അങ്ങനെ ആ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് കോരാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. ഇനി എന്താ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എന്താ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫലാഫൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്